ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻവിസിബിൾ ചെയിൻ മേക്ക് എടുക്കാമെന്നാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ഗിയർ വയർ നമുക്ക് എടുത്ത് എത്ര സൈസ് വേണ്ടിച്ചാൽ അതിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇൻവിസിബിൾ ചെയ്യാനാണ്. അപ്പം 3 ലോക്കറ്റ് വെച്ചുള്ള ഈ ഡിസൈനിലാണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെ 3 ലോക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് മേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു ഓർഡറാണ് കേട്ടോ, എനിക്ക് കിട്ടിയ കുറച്ച് ഓർഡറാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലുള്ള പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള 3 ലോക്കറ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് പെർമനൻറ്റ് മാർക്കർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ബ്ലാക്ക് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പിടിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററും കറക്റ്റ് സൈഡും നമുക്ക് കിട്ടും. കണ്ടോ, ഇനി മറ്റേ 2 നമുക്ക് ലെഫ്റ്റും റൈറ്റും നമുക്ക് ലോക്കറ്റ് വെക്കണം. അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 കൂടി കൂട്ടിപ്പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 നമ്മൾ ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നിങ്ങൾ ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. എന്നാലേ കറക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഗിയർ ലോക്കാണ്. അതിന് മസ്റ്റായിട്ടും ആവശ്യമുള്ള ഒരു സാധനമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഗിയർ ലോക്ക് ഇതുപോലെ നമുക്ക് ഫ്ലാറ്റ് പ്ലയർ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും. അതായത് ബീഡ്സും ലോക്കറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ദെൻ ഗോൾഡൻ ബീഡ്സാണ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത്. അതിൽ ഒരു ഗോൾഡൻ ബീഡാണ് ഫസ്റ്റ് ഇടുന്നത്. നിങ്ങൾ ഗിയർ ലോക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ലോക്ക് ടൈറ്റായിട്ട് തന്നെ അത് പ്രസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി നമ്മൾ മേക്ക് ചെയ്തൊക്കെ വെറുതെ ആയിപ്പോൾ വീണ്ടും ആദ്യം തൊട്ട് നമുക്ക് എടുക്കേണ്ടതായി വരും. പിന്നെ തന്നെയല്ല, ഈ ഗിയർ വയർ എടുക്കുമ്പോൾ ഒടിയാതെ വേണം എടുക്കാൻ. കറക്റ്റ് മടങ്ങാതെ ഒടിയാതെ വേണം എടുക്കാനായിട്ട്. ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ഗിയർ വയർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, മേക്ക് ചെയ്ത നെക്ലേസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ബീഡ് ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ലോക്കറ്റാണ് ഇടുന്നത്. എൻ്റെയൊക്കെ പാലക്കയുടെ ലോക്കറ്റാണുള്ളത്. റെഡ് കളറാണ് ഇത് കേട്ടോ, ഡാർക്ക് റെഡാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ബീഡ് കൂടി ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബീഡാണ് യൂസ് ചെയ്യുന്നത്. അതായിരിക്കും അതിലേക്ക് ഒന്നുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും ബീഡ്, നടുവിൽ വരുന്നത് നമ്മളുടെ എന്താണ് പാലക്ക ലോക്കറ്റാണ്. പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് കൂടിയിട്ട് നമ്മളത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 3 ലോക്കറ്റ് നമ്മൾ മേക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ 2ാമത്തെ ലോക്കറ്റ് ഞാൻ അതിലേക്ക് ഇട്ടു. അതിന് ശേഷം വീണ്ടും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ്. 2ാമത്തെ മേക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 3ാമത്തെ ലോക്കറ്റ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി വെച്ചിരുന്നു. ഏതാണ്, പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അങ്ങനെ 3 ലോക്കറ്റ്സും നമ്മൾ ഗിയർ വയറിലിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ഓർഡറൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് തീരാനായിട്ട് നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് എന്താണ്, ബാക്ക് ഹുക്ക് വയ്ക്കാനാണ്. അതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. കണ്ടോ, ബാക്ക് ചെയിൻ ഇട്ടതിന് ശേഷം ഗിയർ വയറിൻ്റെ എൻഡ് ഇതുപോലെ ഗിയർ ലോക്കിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്ലാറ്റ് പ്ലയർ വെച്ചിട്ട് നമ്മൾ എന്താണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഗിയർ ലോക്ക് ഇടുമ്പോൾ അവിടെ എൻഡിൽ 2 ഗിയർ ലോക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും അഴിക്കുകയോ ഇടുകയൊക്കെ ചെയ്യുന്നതാണ് ചെയ്യൽ. പെട്ടെന്ന് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 2 ഇടുന്നു പറയുന്നത്. അതുപോലെ മറ്റേ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ട് ചെയിനിട്ട് എന്ത് ചെയ്യണം, പ്രസ് ചെയ്ത് കൊടുക്കണം. ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെയിൻ മേക്ക് ചെയ്ത് കഴിഞ്ഞു.
ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുത്ത ഇൻവിസിബിൾ ചെയിൻസാണ്. ഓർഡർ വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.